സ്കൂള്, ട്യൂഷന്, ഹോംവർക്ക്, റിവിഷന്, പഠിത്തം, ഇതെല്ലാം കൂടെ സമയം മാനേജ് ചെയ്യാതെ എടങ്ങേറായി നിൽക്കുന്ന മക്കളാണ് നിങ്ങളൊരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം കേട്ടോ. കാരണം 10ാം ക്ലാസ്സിലേക്ക് കയറിയ മക്കൾ ഇപ്പൊ ഈ ഒരു ഓണം എക്സാമിനേഷൻ ഒക്കെ വരുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സാർ ടൈമിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. രാവിലെ ഒരു പക്ഷെ പല മക്കളും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ സൈലത്തിലെയും മറ്റു ട്യൂഷൻ സെന്റേഴ്സുകളിലൊക്കെ രാവിലെ 6 മണിക്കും 7 മണിക്കൊക്കെ പോകുന്ന മക്കളുണ്ട്. 7 മണിക്ക് മിനിമം മക്കളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ ക്ലാസ്സുകൾ കഴിയുന്നു. അത് കഴിഞ്ഞാൽ തന്നെ നേരെ സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ മോർണിംഗ് ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്കൂളിലുള്ള മോർണിംഗ് ക്ലാസ്സുകൾ, പിന്നീട് വൈകുന്നേരം 4 മണി വരെ ക്ലാസ്. ഈ 4 മണി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തും ഒരു 5-5:30 ആയിരിക്കും. പിന്നീട് നേരെ വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഒരു 6 മണി. പിന്നീട് നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നു. അപ്പോഴേക്കും നമുക്ക് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഇതെല്ലാം കൂടെ പ്രഷർ അനുഭവിച്ച് നിൽക്കുന്ന സമയത്ത് റിവിഷൻ ചെയ്യണമെന്ന് നമ്മളോട് പറയുന്നു. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പൊ നിങ്ങളൊക്കെ ആലോചിക്കുന്നില്ലേ, ഇതെന്താ ചെയ്യാ, ഇത് എങ്ങനെയാ ബാക്കിയുള്ളവർ മാനേജ് ചെയ്തിരിക്കുക എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതാ മക്കളെ പറഞ്ഞുതരാനുള്ളത്. മക്കൾ ആദ്യം തന്നെ ഇതിനൊരു വലിയൊരു പ്രഷർ അനുഭവിക്കുന്ന, വലിയൊരു ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന കാര്യമായിട്ട് ചിന്തിക്കാതെ ഇത് കൃത്യമായിട്ടൊന്ന് അറേഞ്ച് ചെയ്താൽ എല്ലാം ഒരുമിച്ചിട്ട് തന്നെ പോകും. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മക്കൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ രാവിലെ പഠിക്കുന്ന മക്കളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആയിട്ട് പഠിക്കുന്ന മക്കളുണ്ടായിരിക്കും. അങ്ങനെ 2 കാറ്റഗറി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിച്ചോ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് ശ്രദ്ധിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയോ? ഫസ്റ്റ് തിങ്, നമുക്ക് സ്കൂളുകളും മറ്റ് ക്ലാസ്സുകളും ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അത് നമുക്ക് അതുപോലെ തന്നെ റൺ ആവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ വൈകുന്നേരം പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് എത്തുന്നു. ഒരു 4 മണി 5 മണി സമയത്ത് വീട്ടിലേക്ക് എത്തുന്നു. ഒരു 5 മുതൽ ഒരു 6 വരെ അല്ലെങ്കിൽ ഒരു 6:30 വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടുകാരുടെ കൂടെയൊക്കെ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് ഒന്ന് ഈവനിങ് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് 7 മണിക്ക് നമ്മുടെ സൈലത്തിന്റെ ആപ്പിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. ആ ലൈവ് നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു 7 മണി മുതൽ 8:30 വരെയൊക്കെ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ലൈവ് ഉണ്ടായിരിക്കുക. ആ ഒരു ലൈവ് നിങ്ങൾ കാണുന്ന സമയത്ത് ആ ചാപ്റ്ററിനെ വ്യക്തമായിട്ട് നിങ്ങൾ അവിടുന്ന് പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, 8:30 ശേഷം മേ ബി നിങ്ങൾക്ക് സെക്കൻഡ് ലൈവ് ഉണ്ടായിരിക്കും. അതിനൊരു 10 മണി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 2 സബ്ജക്റ്റുകളെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. എന്നിട്ട് പിന്നീടുള്ള നിങ്ങളുടെ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഹോംവർക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. കൂടാതെ തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച, എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ അന്നത്തെ ദിവസം പഠിച്ച കാര്യമല്ല, കഴിഞ്ഞ ദിവസം പഠിച്ച ടോപ്പിക്കിന്റെ DPPs ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് DPP ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ DPP വർക്കൗട്ട് ചെയ്യുന്ന സമയത്തുള്ള ബെനിഫിറ്റ് എന്താ അറിയോ? കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഇൻസ്റ്റാലേഡ് അവിടെ അവൈലബിൾ ആണ്. ആ ഇൻസ്റ്റാലേഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റേഴ്സുകൾ ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഒക്കെ കഴിയുമ്പോൾ ചാപ്റ്റർ മൊത്തമായിട്ടൊക്കെ മറന്ന മാതിരിയൊക്കെ ഫീൽ ചെയ്യില്ലേ? ഫോർ എക്സാമ്പിൾ പറയാം, ജിയോഗ്രഫിയിൽ ഇപ്പോൾ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അത് നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്ററാണ്. പല മക്കൾക്കും അതിലെ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്തായാലും നമ്മുടെ മൈൻഡ് മാപ്പ് എടുത്തു നോക്കാം. മൈൻഡ് മാപ്പ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് വിത്തിൻ ഒരു 20 അല്ലെങ്കിൽ 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ മൊത്തമായിട്ട് റാപ്പിഡായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ വളരെ സ്ട്രക്ചർ എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പ്രഷറുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. നിങ്ങൾ വളരെ എൻ്റർടൈൻ ചെയ്തിട്ട് എൻജോയ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ പഠിക്കുന്നതിൻ്റെ ഷെഡ്യൂളും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ ഓരോ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. സോ കൃത്യമായിട്ട് ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ സാറ് പറഞ്ഞ ഇൻസ്റ്റാലേഡ്, DPP, മൈൻഡ് മാപ്പ്, ഇതൊക്കെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിയാണ്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ജോയിൻ ചെയ്യാത്ത മക്കളാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യണം. അവിടെ അവർക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടൊരു സിലബസ് നമ്മൾ എന്ത് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമ്പർ വേണമെങ്കിൽ പറഞ്ഞുതരാം, 9954008000 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് മക്കൾ എന്ത് ചെയ്യുക, പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.